ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് എണീക്കാൻ തന്നെ നല്ല ലേറ്റായി. പിന്നെ ഹോസ്റ്റലിൽ ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഇന്ന് ക്ലീനിങ് പരിപാടിയൊക്കെ നേരത്തെ നോക്കാമെന്ന് കരുതി. അതുകൊണ്ട് എണീച്ച് പല്ല് കഴിച്ച ശേഷം ഡെയിലി റൂട്ടീനായി 2 മുട്ടയും പുഴിയും കഴിച്ച് എന്നിട്ട് ഇന്ന് ചെയ്യേണ്ട പണികളെല്ലാം സ്റ്റിക്കി നോട്ടിൽ എഴുതി വെച്ചു. ബുക്കിൽ വെച്ചാൽ പിന്നെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് സ്റ്റിക്കി നോട്ട് നേരെ പോയി ഹാളിലുള്ള ചുമരിനൊട്ടിച്ചു. എന്നിട്ട് ആദ്യത്തെ പരിപാടി നോക്കി. ഫാൻ ക്ലീനിങ് ആണ് ഉണ്ടായത്. ഞാൻ ഹോസ്റ്റലെത്തിയ ശേഷം ഈ ഫാൻ വൃത്തിയാക്കിയിട്ടേ ഇല്ല. അതുകൊണ്ട് ആദ്യം സ്പീക്കറിൽ പാട്ടും വെച്ച് ഫാൻ ക്ലീൻ ആക്കി തുടങ്ങി. 10 മിനിറ്റ് കൊണ്ട് ഞാൻ പണി അങ്ങ് ചെയ്തെടുത്തു. അതുകൊണ്ട് ടാസ്കിൽ ആദ്യത്തെ പണി പോയി ടിക്ക് ചെയ്തു. അടുത്തത് ബാത്റൂം ക്ലീനിങ് ആണ് ഉണ്ടായത്. ബാത്റൂം എല്ലാം നല്ല ശോകാവസ്ഥയിലായിരുന്നു ഉണ്ടായത്. അപ്പോഴേക്കും ഉച്ചയായതുകൊണ്ട് വിവേകും ഞാനും കൂടെ ബിരിയാണി കഴിക്കാൻ ആബിദ ഹോട്ടലിലേക്ക് പോയി. പോകുമ്പോൾ അത്രക്കൊന്നും വെയിലുണ്ടായി തോന്നിയിട്ട. തിരിച്ചു വരുമ്പോൾ ബിരിയാണി കഴിച്ചതിന്റെ പെരുപ്പായിരിക്കണം. നടക്കാനും വയ്യ, ഒടുക്കത്തെ വെയിൽ. എങ്ങനെയൊക്കെ തിരിച്ച് ഹോസ്റ്റലിൽ നടന്നെത്തി. ബാത്റൂം ക്ലീനിങ് കംപ്ലീറ്റ് ആക്കി. എന്നിട്ട് ടാസ്കിൽ പോയി കംപ്ലീറ്റ് ആയതിന്റെ ടിക്ക് കിട്ടും. അതിനടക്കാണ് നാട്ടിൽ നിന്ന് അമ്മ അയച്ച കൊറിയർ എത്തിയത്. തുറന്നു നോക്കിയപ്പോൾ ചെൽസി ബൂട്ടായിരുന്നു. ഇനിയുള്ള ഇന്റർവ്യൂക്കൊക്കെ പോകുമ്പോഴാണ് കൊടുത്തയച്ചാണ് ഇത്. ഞാൻ കുറെ കാലം മുന്നേ ഓഫറിന് കിട്ടിയപ്പോൾ വാങ്ങിയതായിരുന്നു ഇതൊക്കെ. പിന്നെ ഉപയോഗിക്കുന്നത് കുറവായി. അതൊക്കെ ഓപ്പൺ ആക്കിയ ശേഷം പിന്നെ അലക്കാൻ വേണ്ടി താഴേക്ക് പോയി. അലക്കി കഴിഞ്ഞ് വന്ന് ഹാള് മടുക്കളയും അടിച്ചു വാരി വെച്ചു. എന്നിട്ട് ടാസ്ക് നോട്ടിൽ പോയി 2 ടിക്ക് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ടാസ്ക് ഫുള്ള് തീർത്ത്. രാത്രിയായപ്പോൾ ഞാനും വിവേകം കൂടി ചായ കുടിക്കാൻ ഇറങ്ങി. പോയപ്പോൾ അവിടെ ആസനം ഉണ്ടായി. അവൻ അവന്റെ സ്വിഗ്ഗി പണി കഴിഞ്ഞ് ചായ കുടിക്കാനും രാത്രിത്തെ ഫുഡ് കഴിക്കാനും നിർത്തിയതാണ്. അപ്പോഴാണ് ഞങ്ങളെ കണ്ടത്. പിന്നെ കുറെ നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് പോയി. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ ശരി, പോയിട്ട് വരാം.